ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ചലച്ചിത്ര അക്കാദമിയിൽ പ്രബലനായിരുന്ന മുതിർന്ന സംവിധായകൻ തന്നോട് അപമര്യാദയായും ലൈംഗിക ചുവയോടെയും പെരുമാറിയെന്ന് വെളിപ്പെടുത്തി ചരിത്രകാരിയും സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ അധ്യാപികയുമായ ദേവിക. 2004 തനിക്കുണ്ടായ ജീവിതാനുഭവമാണ് ദേവിക തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നത്. മലയാള സിനിമയുടെ തികഞ്ഞ ഫ്യൂഡൽ സ്വഭാവത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാക്കിയ സംഭവമാണിത്. WCCയോട് പരസ്യമായി കഴിവതും എല്ലാ അഭിപ്രായ ഭിന്നതകൾക്കും മീതെ ചേർന്നു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ ഓർമ്മയാണ്. വിദ്യാഭ്യാസം ഇത്ര ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ ഒരു ചിന്ന വീട്ടുകാരി ആക്കാമായിരുന്നു പോലും. കുറച്ചു കഴിയുമ്പോൾ ആ ചിന്ന വീടിനെ കൂട്ടുകാർക്കും പങ്കുവെക്കാമല്ലോ എന്നും നിശബ്ദമായി അർത്ഥമാക്കിയിരിക്കണം അയാൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാണുമ്പോൾ അതാണ് തോന്നുന്നത് എന്നായിരുന്നു ദേവിക ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.